എല്ലാവർക്കും നമസ്കാരം. ഈ രാമായണ മാസം ആചരിക്കുന്ന സന്ദർഭത്തിൽ ഇതിഹാസ കാവ്യമായ രാമായണത്തെക്കുറിച്ച് ഒരു കവിത. കവിതയുടെ പേര് രാമായണം. രചന, സംഗീതം, ആലാപനം സതീഷ് ടി ചേർത്തല. രാമായണം കവിതയിലേക്ക്. ജീവിത തത്വപ്രബോധനത്താൽ മൂല്യഗുണങ്ങൾ പകർന്നു നൽകി സൗന്ദര്യ സൗശീല്യഭാവത്തോടെ ഇതിഹാസ തുല്യമാം രാമായണം. ശ്രീരാമ സീതാദി ദമ്പതിമാരുടെ ശ്രേഷ്ഠതയേറിയ ജീവിതത്തെ ആദർശാത്മകമായി അവതരിപ്പിക്കുന്ന ഉജ്ജ്വല ഭാരത ഇതിഹാസമല്ലോ. വേദവ്യാസന്റെ ശ്രേഷ്ഠമാം തൂലികയിൽ വന്നു പിറന്ന പുരാണഗ്രന്ഥമല്ലോ. നാൾക്കുനാൾ മാനവപ്രീതി നേടി മുമ്പോട്ടു തന്നെ ഗമിച്ചിടുന്നു. എഴുത്തച്ഛൻ തൂലികാസമ്പന്നമായി അധ്യാത്മരാമായണ പൂർണ്ണതയായി നാൾക്കുനാൾ ഭക്തിതൻ ശ്രേഷ്ഠതയിൽ രാമായണത്തിനു കീർത്തിയേകി. ശ്രേഷ്ഠമാം ഭാരത സുന്ദരഭൂമിയിലെ നന്മ തിന്മാദികൾ വേർതിരിച്ച് നന്മയെ മാത്രം പ്രതിഷ്ഠയാക്കി മാതൃകയാക്കി ചമച്ചതല്ലോ. സംസ്കാര പന്ഥാവിൽ ചരിപ്പതല്ലോ പാരമ്പര്യ മൂല്യാദി സംരക്ഷകയായി ഏവർക്കും ജീവിത മാതൃകയായി ജീവിതോദാത്ത മൂല്യങ്ങളുമായി ലൗകിക ജീവിത ദുഃഖമാം തോണിയിൽ ഖിന്നനായി മുന്നോട്ടു സഞ്ചരിച്ചിടവേ ജീവിതമെന്ന പ്രഹേളികയെ മൂല്യവത്തായി ഗണിച്ചിടുന്നു. ഹൈന്ദവ പുണ്യപുരാണ ഗ്രന്ഥം ആധ്യാത്മിക ജീവിതോത്തേജകമായി കർക്കിടക മാസത്തിൽ ഭക്തിയോടെ പാരായണം ചെയ്ത് തീർത്തിടുന്നു. ഇഹലോക പരലോക ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാൻ ഭക്തിപൂർവം പാരായണം ചെയ്യിൽ രാമായണം ജീവിത സൗഖ്യം വരുത്തിടുന്നു. ഇഹലോക പരലോക ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാൻ ഭക്തിപൂർവം പാരായണം ചെയ്യിൽ രാമായണം ജീവിത സൗഖ്യം വരുത്തിടുന്നു. ജീവിത സൗഖ്യം വരുത്തിടുന്നു.